കേട്ടോ. രാവിലെ കഴിക്കാൻ പോവാണ് അപ്പവും മുട്ടക്കറി. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തുടങ്ങാൻ കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അവധിയാണ്. അവിടുത്തെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുവാണ്. മാമിയും ജാനിക്കുട്ടിയും കുഞ്ഞോനും ഞാനും മോനിക്കുട്ടനും കൂടെ ഇവിടുന്ന് പോകുന്നത്. കൊച്ചോളം അങ്ങോട്ട് വരും. പിന്നെ കല്യാണമൊക്കെ കൂടിയിട്ട് വരാം. വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. അതിനൊക്കെ ഓട്ടപ്പാച്ചിലായിരിക്കും, നോക്കാം. പിന്നെ വെയിൽ കൊള്ളാൻ വയ്യാത്തോണ്ട് ഓരോ ഓട്ടോ വിളിച്ചാ പോകുന്നത്. എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ ഓട്ടോ വിളിച്ച് പോകാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കഴിച്ച് വെച്ച് കല്യാണമൊക്കെ കൂടിയിട്ട് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഉത്സവത്തിലൊക്കെ ലിപ്സ്റ്റിക് കിട്ടില്ലയോ, അപ്പോൾ ഒരാഗ്രഹം ഒരെണ്ണം വാങ്ങിച്ചാൽ. ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഒരു ഓട്ടോ വന്നു. ഈ സാരി എന്റെ പ്രിയപ്പെട്ട രമചേച്ചി തന്ന സാരിയാണ് കേട്ടോ. അതിന്റെ കഥയൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒരു വീട്ടിൽ പറയാം. പക്ഷെ ഇന്ന് ഇത് ഉടുക്കുമ്പോൾ രമചേച്ചി എന്റെ കൂടെ ഇല്ല. ഇന്ന് ഈ കല്യാണത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് രമചേച്ചിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് സാരി അവിടെ ഉണ്ടാവേണ്ടിയതാണ്. പക്ഷെ എടുത്തോണ്ട് പോ. ഇല്ല.
എടുത്തോ? എന്ത് ചെയ്ത്? എന്തുവാ തരാനുള്ളെങ്കിൽ എന്റെ ഉണ്ട്. ഒരു മെനക്കെടില്ല. അതൊക്കെ ഒരു എന്നെ ഇഷ്ടം. അതെന്തുവാ ടീച്ചറിന് ഇവരോടൊക്കെ എന്റെ കാര്യം പറയണേ. കൊച്ചുകൂടെ ടീച്ചറാ. പോയോ? മോനെ അതിന്റെ സ്റ്റാൻഡിൽ താഴെ പോവില്ലേ? അത് നമുക്ക് ചെറിയ ചപ്പില്ല കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മാമി, ഞാനും ജാനിക്കുട്ടിയും കുഞ്ഞോനും മോനുകുട്ടനും കൂടെ ഓട്ടോയ്ക്ക് വന്ന് എന്നിട്ട് വരുന്ന വഴിക്ക് കൊച്ചോളെ കൂടെ വിളിച്ചോണ്ട് പോരുന്നു. കൊച്ചോൾ ടൗണിൽ വന്ന് നിന്നു. പിന്നെ കുക്കു ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇത് അജിയണ്ണന്റെ ചേച്ചിയാണ്, രേഖ ചേച്ചി. ചേച്ചിയുടെ അടുക്കലൊക്കെ പോയി മിണ്ടി. പിന്നെ എനിക്ക് പരിചയമുള്ള കുറച്ച് മുഖങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ശ്രീദേവി ടീച്ചറിനെ കണ്ടു. പിന്നെ അജിയണ്ണന്റെ പെങ്ങന്മാരായിട്ടുള്ളവരുണ്ട്. പിന്നെ വീഡിയോസ് കാണുന്ന കുറച്ച് പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടു. എല്ലാവരോടും മിണ്ടി. അവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് അജിയണ്ണന്റെ ചേട്ടനും ചേട്ടത്തിയും, ഹരിയണ്ണനും ജയചേച്ചി. അപ്പൊ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതേ ഉള്ളൂ. നമ്മളും പോയി 2-3 ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെന്ന് ഓർത്ത്. ഏതായാലും കല്യാണത്തിന് വന്നതല്ലേ. അപ്പോൾ അവിടെ കല്യാണ സദ്യക്ക് ഉള്ള തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെന്ന് ഓർത്ത് 1-2 പന്തിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെയൊക്കെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരെ കണ്ടു, സംസാരിച്ചു. അതൊക്കെ ഒരുപാട് വലിയ സന്തോഷമായിരുന്നു. ഈ കല്യാണം നടക്കുന്നത് താഴൂർ അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ അമ്പലങ്ങളുണ്ട്. ഇതൊരു ദേവീക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 കല്യാണത്തിന് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ. പക്ഷെ ആ വെയിലത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പോകാൻ വയ്യാഞ്ഞോണ്ട് ഞാൻ പിന്നെ അങ്ങ് ഇരുന്ന്. എനിക്ക് വേണം അയ്യോ, ഞങ്ങളിങ്ങ് വന്ന പ്രിയങ്ങളെ. എന്തുവാ? ടിഷ്യൂ താണ്ട് എന്നെ എടുത്ത്. എന്തൊരാശ്വാസം ഇങ്ങ് വന്നപ്പോഴത്തേക്ക്. എന്തൊരു ചൂടായിരുന്നെന്നറിയാമോ. വെയിലും ഉഷ്ണം. ഇവിടെ വന്നപ്പോൾ ഒരു കൂൾ. നമുക്ക് എന്തൊരാശ്വാസമോ പ്രിയങ്ങളെ. അയ്യോ, എന്തൊരു ഉഷ്ണമാണോ ദൈവമേ. എൻ്റെ കൂടെ ഉണ്ടല്ലോ സദ്യ കഴിക്കാൻ കയറുമ്പോൾ ഫാനം ഓഫായി. അവിടെ എന്തോ പ്രശ്നമായിട്ട് ഫാൻ ഇടുമ്പോൾ ട്രിപ്പ് ആകുമെന്നും പറഞ്ഞുകൊണ്ട് ഫാൻ ഓഫായി പോവായിരുന്നു. അയ്യോ, ഇരുന്ന് പുകഞ്ഞ് കഴിച്ചു. എനിക്ക് ഈ സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പായസവും ബോളിയാണ് കേട്ടോ. ചിലയിടത്ത് നമുക്ക് കിട്ടത്തില്ല, പക്ഷെ ഇന്നുണ്ടായിരുന്നു. എനിക്ക് സ്പെഷ്യലി കുറച്ച് ബോളിയൊക്കെ അജിയണ്ണൻ തന്നു വിട്ടിട്ടുണ്ട്. അയ്യോ, പിന്നെ അവിടെ നമുക്ക് ഞാൻ അവിടെ ജോലിക്ക് ചെന്നതിന് ശേഷം എനിക്ക് അവിടെ
എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാതെ അല്ലാതെ പരിചയമുള്ള അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ബന്ധത്തിന്റെ പേരിൽ സഹകരിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അജിയുടെ ഫാമിലിയിൽ. അതിലെ മിക്ക പേരെയും കണ്ടു. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ വരണമല്ലോ, എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ട്. കണ്ടു. പിന്നെ അതിനകത്ത് ഞാൻ രാവിലെ പറഞ്ഞില്ലേ എൻ്റെ പ്രിയങ്ങളോട്, ഈ സാരി എനിക്ക് തന്നത് അജിയണന്റെ ഒരു മൂത്ത പെങ്ങളാണ്, കരുനാഗപ്പള്ളിയിലുള്ള രമചേച്ചി. രമചേച്ചി അന്ന് എനിക്ക് എന്തുവാ യൂട്യൂബോ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ചേച്ചി അവിടെ വരുമ്പോഴൊക്കെ എന്നെ കാണുകയും മിണ്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാനും ആങ്ങളെയും അന്ന് മോനിക്കുട്ടനില്ല, മുത്ത് കുഞ്ഞായിരുന്നപ്പം, മുത്തിനൊരു 3-ോ 4-ോ കണ്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കരുനാഗപ്പള്ളിയിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി. അന്നേരം ചേച്ചി എനിക്ക് തന്ന സാരിയാണ് കേട്ടോ. പക്ഷെ ചേച്ചി ഇപ്പോൾ ഇല്ല, ചേച്ചി മരിച്ചു. ഈ ഒരു കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് രമചേച്ചി ആയിരിക്കും. അജന്റെ പെങ്ങടെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു, ആ സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അന്നും ഞാൻ സാരി ആയിരുന്നു കേട്ടോ. അപ്പൊ സാരി ഉടുത്തോണ്ട് ചെന്നപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ ഉടുക്കുന്ന സാരിയുടെ ഒരു 10-ലൊരു അംശം വില പോലും ഇല്ല ഞാൻ ഉടുക്കുന്ന സാരിക്ക്. പക്ഷെ ഞാൻ അന്ന് ഉടുത്തോണ്ട് ചെന്ന സാരി കണ്ടപ്പോഴത്തേക്ക് ചേച്ചി എന്നോട് ചോദിച്ചതൊക്കെ എവിടെ നിന്ന് എടുക്കുന്നേ, ഞാൻ നോക്കുമ്പോ ഇതൊന്നും കാണത്തില്ല, അങ്ങനെ എനിക്ക് ഇതുപോലെ ഒരു സാരി സെറ്റ് ചെയ്തതാന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇത്തവണ കല്യാണത്തിന് പോകുമ്പോ അവിടെ ചേച്ചി ഇല്ല. അത് വലിയൊരു ശൂന്യതയായിരുന്നു പ്രിയങ്ങളെ. ഒരു കിലുക്കാമ്പട്ടിയായിരുന്നു. കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കിലുക്കാമ്പട്ടി. ഇന്നെനിക്ക് ഈ സാരി ഉടുക്കണമെന്ന് തോന്നി. രമചേച്ചി ഇല്ലാതെ രമചേച്ചിയുടെ സാരിയൊക്കെ ഉടുത്ത് രമചേച്ചി ഉണ്ടായിരുന്ന ഒരിടത്തേക്ക് ഇന്ന് പോയി വന്നു. അയ്യോ, ഇതിന്റെ ബ്ലൗസ് ഇതല്ലായിരുന്നു, പക്ഷെ ആ ബ്ലൗസൊക്കെ എനിക്ക് ചെറുതായി. ഇതിന്റെ കൂടെ മാച്ചാവുന്ന വേറൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു, അതൊന്ന് എടുത്തിട്ടിട്ട് അത് ടൈറ്റ് ആയിരുന്നു. ഇടാൻ പെട്ട പാടും വലിച്ചൂരാൻ പെട്ട പാടും എനിക്ക് മോനിക്കുട്ടനെ മാത്രം അറിയാം. മോനിക്കുട്ടനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നിപ്പിച്ച് ഞാനിങ്ങനെ ബ്ലൗസ് ഇട്ടില്ല, എന്താ പറയുന്നത്, വിലങ്ങിപ്പോയി. എനിക്കത് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കല്യാണം വല്ലതും വരുമ്പോഴാണ് നമ്മൾ ഈ സാരി ഉടുപ്പൊക്കെ. അതുകൊണ്ട് അതുപോലെ ഇന്ന് എനിക്ക് എന്തോ ഈ സാരി ഉടുക്കണം എന്ന് തോന്നി. ഒരുപാട് സ്നേഹത്തോടെ ചേച്ചി എനിക്ക് തന്ന സാരിയാണ്. ഇന്ന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എൻ്റെ പ്രിയങ്ങളെ. എല്ലാവരെയും കാണുമ്പോൾ ആ കൂട്ടത്തില് ചേച്ചി ഉണ്ടായിരിക്കേണ്ടതാണ്. ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറെ ഉറക്ക സംസാരിച്ച് ചേച്ചി അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. പെട്ടെന്നൊരു ദിവസം ഒരു വയ്യാഴിക ഒന്നുമില്ലായിരുന്നു, ചേച്ചി അങ്ങോട്ട് പോയി. ഓരോ തവണ വിളിക്കുമ്പോഴും അങ്ങോട്ട് വാന്ന് എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ അന്ന് വന്നതല്ലേ, ഒന്ന് വാ, എല്ലാരും കൂടി ഒന്ന് വാ. ഇനിയിപ്പോൾ ആരും വിളിക്കാനും ഇല്ല, അങ്ങോട്ട് പോവാനും ഇല്ല. വലിയൊരു വിഷമമായിരുന്നു. അപ്പൊ ഇതെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് ഞാൻ ഒന്ന് കിടക്കട്ടെ പ്രിയങ്ങളെ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. ഇന്ന് അമ്പലത്തിലെ ഉത്സവം കഴിയുവാണ്. പകല് പടയണി ഉണ്ടായിരുന്നു, ഇനി ഘോഷയാത്രയുണ്ട്. അതിനവിടെ എല്ലാം അലങ്കരിച്ചിട്ടേക്കുവാണ്. കടമനിട്ട പള്ളിയുടെ ആശംസകള് എല്ലാം അവിടെ എല്ലാം ഘോഷയാത്ര സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തിരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം കടമനിട്ട പള്ളിയുടെ വക എന്താ പറയുന്നത്, ഘോഷയാത്രയ്ക്ക് സ്വീകരണം ആശംസകൾ എഴുതിയ ഒരു ബാനർ കണ്ടു. അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു, ഈ ജാതി മതവും പറഞ്ഞ് മനുഷ്യർ തമ്മിലടിക്കുന്നിടത്ത് ഇതൊക്കെ ഒന്ന് വളരെ ചെറുതെന്ന് തോന്നിയാലും എന്നെ സംബന്ധിച്ച് എനിക്കിത് വലിയ കാര്യം. കാരണം ഈ ജാതി മതവും പറഞ്ഞ് അല്ലെങ്കിൽ ഈ ആ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. എന്തുവാ പലയിടത്തും മാറ്റി നിർത്തി അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് അങ്ങനെ ചിന്തിക്കുന്നവരോട്. ജാതിയില്ല മതമില്ല അങ്ങനെ ചിന്തിക്കുന്നവരോട്, മനുഷ്യരെ തുല്യരായിട്ട് കാണാൻ മനസ്സുള്ള വിശാല മനസ്സുള്ള വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അതിന് എത്ര എന്താ സ്റ്റാറ്റസ് ഇല്ലാത്തവരാണെങ്കിലും അവരുടെ മനസ്സിന്റെ വലിപ്പം അവിടെ അറിയാൻ പറ്റും. ഈ വേർതിരിവ് കാണിക്കുന്നവര് എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും എത്ര എന്താ പറയുക സാമ്പത്തികം ഉള്ളവരാണെങ്കിലും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും അവരുടെ മനസ്സ് വളരെ സങ്കുചിതമായതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മള് ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു സംഭവം ഇപ്പം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണല്ലോ. അതൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളത് പബ്ലിക്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തിനാ, നമുക്ക് അതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഒന്നും താല്പര്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുകയും മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവര് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. നമ്മള് അമ്പലത്തിലെ ഘോഷയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നത് പോലെ തന്നെ പള്ളിയിലെ റാസ വരുമ്പോൾ അമ്പലത്തിൽ നിന്നുള്ള സ്വീകരണമുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ പള്ളി പെരുന്നാളിന്റെ റാസ വന്നപ്പോഴും ഓർത്തഡോക്സ് പള്ളിയുടെ ആയാലും കത്തോലിക്ക പള്ളിയുടെ ആയാലും
റാസ ജംഗ്ഷനിൽ വരുമ്പോഴത്തേക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ വക സ്വീകരണമുണ്ട്. നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കി അവിടെ വള്ളപ്പാട്ട് പാടി റാസയെ സ്വീകരിക്കുന്നത് വീഡിയോയിലുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര കുളിർമയാണ്. അയ്യോ, ആർക്കൂന്തലൊക്കെ വെച്ച് ക്ലിപ്പ് ചെയ്ത് ആരെങ്കിലും ആഞ്ഞു വലിച്ചാൽ താഴെ പോയാന്. അതുകൊണ്ട് ഞാൻ തിരക്കിലൊന്നും പോയി നിന്നില്ല കേട്ടോ. സദ്യ കൊണ്ടാനൊക്കെ അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. ഒന്ന് വിശ്രമിക്കട്ടെ പ്രിയങ്ങളെ. ഇച്ചിരി വെയിൽ താണിട്ട് അമ്മയുടെ അടുക്കലോട്ടൊന്ന് പോകണം. അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ മോനിക്കുട്ടൻ ചുമ്മാ TV കണ്ടോണ്ട് കിടക്കുമായിരുന്നു. ഇത് കണ്ടോ പ്രിയങ്ങളെ, ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാ ഇന്ന് കല്യാണത്തിന് പോയപ്പോൾ. ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചർ. കൊച്ചോള ചേച്ചി പഠിപ്പിച്ച ടീച്ചറാ അത്. അല്ലല്ല, കൊച്ചോളുടെ ടീച്ചറാണ്. വീഡിയോ കണ്ട് ഇപ്പൊ എന്റെയും ടീച്ചറമ്മയാണ്. ഇന്ന് കല്യാണത്തിനുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് അവിടെ കൊണ്ട് തന്നതാണ്. ഇതിന് എനിക്ക് ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ബോട്ടം ഉണ്ട്. അത് നമ്മൾ ബാഗിനകത്ത് വെച്ചേ. നല്ല കാറ്റാ. ഇനിയിപ്പം ഞങ്ങള് അമ്മയുടെ അടുക്ക ഒരു പോയേച്ചും വരാം. വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്തില്ല, ലോങ് വീഡിയോ ഇട്ടില്ല. ഇടണം. അത്താഴത്തിന് ചോറ് മാത്രം ഇരിപ്പോണ്ട് ഒന്നുമില്ല കൂട്ടാൻ. എന്തുവാ എനിക്കറിയത്തില്ല. മാങ്ങ കിട്ടിയോ? അവിടെ നോക്ക്. പാലിരിപ്പുണ്ടോ? അമ്മമ്മ അത് കണ്ടുപിടിക്കുന്ന ഓർത്ത് തിന്നു. അമ്മമ്മ എന്റെ മണ്ട കുറച്ചങ്ങ് ഓടിക്കമ്മേ അല്ലേ മോനെ? എന്റെ മണ്ട കുറച്ച് ഓടിക്കുക, അല്ലെങ്കിൽ അത് ഇലച്ചില് കൊണ്ട് നിനക്ക് പിടിക്കാൻ ഒക്കത്തില്ല. മോനെ പൂന്താലി അല്ല ഇതെടുത്തോണ്ട് വാ. കമ്പിപ്പാര അവിടെ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് വാ. ചെല്ലേ പൂന്താലി. കപ്പയാണോ കടിയാണോ ആർക്കറിയാം. കപ്പ പിഴുത് ക്ഷീണിച്ച് അമ്മമ്മയും മോനും കൂടെ. വാ ഇരുട്ടി. അമ്മ ഇവിടെ അതിനെ അങ്ങ് ഉണങ്ങിപ്പോ. ഞാൻ ചുവട് പിഴുത് കളഞ്ഞു. എടുക്കാക്കത്തില്ല എനിക്ക്. അമ്മയുടെ പോയിട്ട് വരാൻ വന്നു പോയി. അവിടെ ഒരു യുദ്ധമായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോ സന്ധ്യയായി. എനിക്ക് വെട്ടാനും പിടിക്കാനും ഒന്നും വയ്യ പ്രിയാണ്. എന്നിട്ട് ഞാനും കൂടെ നോക്കി, എന്റെ കൈ പൊളക്കുന്നു ഇപ്പൊ. അത് മണ്ണിന്റെ അടി കുറെ കല്ലും കട്ടയൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടി കപ്പ ഇങ്ങനെ വളർന്ന് നമുക്ക് പിഴാൻ പറ്റാതെ. പിന്നെ പെറുക്കി വെച്ചതൊക്കെ രാത്രിയിലെ അത്താഴത്തിനുള്ളതാണ്. ചോറിരിപ്പുണ്ട്, കറികളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മ പഴുത്തമാങ്ങ കറിയും തോരനും മീൻകറിയും തന്നു. ഇത് പിന്നെ അവിടുത്തെ പേരക്കയല്ല അമ്മ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അമ്പലത്തില് ഘോഷയാത്രയൊക്കെ കഴിഞ്ഞു. ഇനി പരിപാടികളൊക്കെ ഉണ്ട് രാത്രിയില്. അതൊക്കെ കഴിയുന്നതോടെ നമ്മുടെ ഈ വർഷത്തെ പടയണി കഴിയുവാണ്. ഇനി അടുത്ത കൊല്ലം പടയണിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. നമ്മൾ ഈ പറയുന്ന കോലം തുള്ളലും ഗോത്ര കലാകളരി എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. ആ സംഘത്തിലെ അംഗങ്ങളെല്ലാം തന്നെ അടുത്ത വർഷത്തെ പടയണിക്ക് ഇപ്പൊ പടയണി ഈ വർഷത്തെ പടയണി കഴിയുമ്പം തന്നെ അടുത്ത വർഷത്തെ പടയണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പല കാര്യങ്ങളും ഈ കോലം വരയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ സാമഗ്രികളും റെഡിയാക്കുന്നതുമെല്ലാം ഈ ഒരു വർഷം നീളുന്ന ഒരു പ്രക്രിയയാണ്.
വിഷുവിൻ്റെ അന്ന് പടയണിക്ക് ചൂട്ട് വെക്കും, 10 ദിവസം പടയണി നടക്കും. അത്രേ നമ്മൾ അറിയുന്നുള്ളൂ. അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുളിച്ചാൻ വെച്ച് വരാം. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചു, മുത്തിനെ, പിന്നെ 1-2 മെസ്സേജുകൾക്ക് മറുപടി ഇടാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. 8 മണിയാവാറായി. ഇനി ചോറ് ചൂടാക്കാൻ കഴിക്കാം. ചോറുണ്ണാം. പിന്നെ ഇന്നത്തെ ഒരു വലിയ സന്തോഷം പറയാൻ മറന്നുപോയതാണ്. ഞാൻ കല്യാണത്തിന് ചെന്നപ്പോഴത്തേക്ക് എന്നെ അറിയാവുന്ന എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേര് വന്ന് മിണ്ടി. മോളുടെ കൂട്ടുകാരി, അതായത് കല്യാണ പെണ്ണിൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് എന്നോട് മിണ്ടിയിട്ട് പോയി കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. വീഡിയോ ഒക്കെ കാണാറുണ്ട്, വന്ന് മിണ്ടി. മോനിക്കുട്ടനെ കണ്ടപ്പം മനസ്സിലായി, അങ്ങനെ വന്ന് മിണ്ടി. പിന്നെ അല്ലാതെ കുറേ പേരൊക്കെ വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. വന്ന് കണ്ട് മിണ്ടിയ, സ്നേഹം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം കേട്ടോ. നീ എടുത്തോ, ഇതുണ്ട്. എടുക്കാം. കുഴപ്പമില്ല. ഇനി ഒളിച്ച് അങ്ങനെ മണമൊന്നുമില്ല, നല്ല കളയാതെടുക്കും. കഴിച്ചിട്ട് വേണ്ടോ. ചോറുണ്ണാം. ചീരത്തോരൻ, ഇനി പഴുത്ത മാങ്ങാക്കറി. അമ്മയ്ക്ക് എവിടുന്നോ 2-3 മാങ്ങ കിട്ടിയായിരുന്നേ, അതാണ് കറി വെച്ചത്. എവിടുന്നാന്ന് അറിഞ്ഞുകൂടാ, ചോദിച്ചില്ല ഞാൻ. പിന്നെ മീൻകറി. യോ, താഴെ പോയേനെ. അപ്പോൾ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ്. ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ദേ എല്ലാം ഉണ്ട്. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നോട് എന്താ പറയുക, സ്നേഹം പറയാൻ എത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ മാക്സിമം കാണണം, കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ അറിയാത്തവർ കമൻ്റ് ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, അതേപോലെ തന്നെ അതിങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. കഴിയുന്ന അത്രയും ആൾക്കാർ മറക്കാതെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.